രാത്രി തന്നെ ഉണ്ടാക്കി വെക്കാന്ന് വിചാരിച്ചു. കാരണം നാളെ മൊത്തത്തിൽ തിരക്കാണ്. 2 വലിയ ചൂര ഉണ്ടായിരുന്നു കേട്ടോ. അത് നെയ്ച്ചൂരയായിരുന്നു. കിട്ടിയ പാടെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. കാരണം തൊലി ഇരിക്കുന്ന മീൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് തൊലി ഇരിഞ്ഞു വരും. മീനെല്ലാം കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് കഴുകി എടുത്തു കേട്ടോ. കറിക്കുള്ളതും മറക്കാനുള്ളതും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചു. തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടപ്പോഴത്തേന് അപ്പുക്കുട്ടൻ ഓടി വന്നു തേങ്ങാവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ തേങ്ങാവെള്ളത്തിന് മധുരം ഇല്ലാത്തതുകൊണ്ട് അവൻ വന്ന വഴി തിരിച്ചു പോയി. തേങ്ങ അരച്ചാട്ടോ ഇന്ന് മീൻകറി വെക്കുന്നത്. കാരണം 2 മാങ്ങ ഇരിപ്പുണ്ട്. അപ്പൊ അതിട്ട് മാങ്ങയിട്ട് മീൻകറി വെക്കാന്ന് വിചാരിച്ചു. ഏട്ടന് കുടിക്കാൻ ചൂടുവെള്ളം വേണം. അങ്ങനെ നിന്ന് ചൂടുവെള്ളം ഒക്കെ പിടിച്ച് അടുപ്പത്ത് വെച്ചപ്പോഴത്തേന് ഏട്ടന് ഓടി വന്നു കേട്ടോ. എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞാൽ വന്നത്. വന്ന വഴി ഞാൻ തിരിച്ചു വിട്ടു. ഇല്ലെങ്കിൽ എനിക്ക് ഇരട്ടി പണി ഉണ്ടാക്കി വെക്കുമെന്ന് എനിക്കറിയാം. പയറുതോറിന് ചട്ടി അടുപ്പത്ത് വെച്ച് പയർ അടുപ്പത്താക്കിയിട്ട് ഞാൻ ചീര നന്നായിട്ട് കഴുകി അരിഞ്ഞു മാറ്റി. ചീരയ്ക്കും പയറിനും ഒരരപ്പ് മതിയായോണ്ട് പപ്പാതി 2നും ഇട്ട് കൊടുത്തു. അതിനിടയ്ക്ക് ഞാൻ മീനൊക്കെ വറക്കാൻ വേണ്ടി വെച്ചു. അതിന്റെ മണം കേട്ട് അപ്പുക്കുട്ടൻ ഓടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇപ്പൊ തരാന്ന്. പിന്നെ കുറച്ച് മോര് കാച്ചി കേട്ടോ. തേങ്ങയൊന്നും അരയ്ക്കാതെ സിമ്പിൾ ആയിട്ടാണ് മോര് കാച്ചി എടുത്തത്. അതിനിടയ്ക്ക് വെളുത്തുള്ളി ഇടാൻ മറന്നുപോയി. പിന്നെ വെളുത്തുള്ളി സെപ്പറേറ്റ് കുറച്ച് എണ്ണയ്ക്കകത്ത് വറുത്തിട്ട് അതിന്റെ അകത്തോട്ട് തൂക്കി കൊടുത്തു. ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ ദിവസവും ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ.